അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബിയിനൽ ഹബീബി മുഹമ്മദിൻ വആലിഹി വമൻ സാറ അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയമുള്ള മുജാഹിദ് കുടുംബത്തിലെ അംഗങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും മതപരമായ കാര്യങ്ങൾ പഠിക്കുവാനും ഉള്ള അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായി നമ്മൾ കാണുകയും ഇവിടെ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പുലർത്തി അതിനോട് നീതി പാലിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും ഈ സംസാരവും ഒക്കെയും ഈ കൂടിച്ചേരലും ഒക്കെയും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ അധ്വാനവും അല്ലെങ്കിൽ നാം സഹിക്കുന്ന ഈ ത്യാഗ പ്രവർത്തനമൊക്കെയും പാരത്രികമായ മോക്ഷം മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ചിട്ടയായ കൃത്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ രൂപീകരിച്ചാൽ മാത്രമേ പരലോകത്ത് മോക്ഷം കിട്ടുകയുള്ളൂ എന്ന ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അതിന് അർഹമായ പ്രതിഫലം നൽകി നമുക്ക് സ്വർഗപ്രവേശനം സാധ്യമാകണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നോ കേട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ പാരമ്പര്യമായി തുടർന്നു പോരുന്ന രീതിയിൽ നമ്മുടെ അമാലുകൾ രൂപീകരിച്ചത് കൊണ്ട് മാത്രം നമ്മൾ അമൽ ചെയ്തു എന്നതുകൊണ്ട് അള്ളാഹ് സ്വീകരിക്കണമെന്നില്ല എന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരു മുസ്ലിമിന്റെ പക്കൽ നിന്ന് പരലോകത്ത് ഒരു അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം 2 നിബന്ധനകൾ പൂർത്തിയാകണം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ അതിപ്രധാനമായ നിബന്ധന യകൂന ഖാലിസൻ ലില്ലാഹി സുബ്ഹാനഹു വ തആല എന്നാണ്. ഒരു മുസ്ലിം ചെയ്യുന്ന പ്രവൃത്തി 100% ഇഖ്ലാസോടു കൂടി ശരിയായ നിയ്യത്തോടു കൂടി അള്ളാഹുവിന് മാത്രമായി അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഇഖ്ലാസ് എന്ന് പറയാം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ പ്യുവർ എന്നാണ്, ഒന്നും കലരാത്ത വസ്തു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ പാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ ഉപമിച്ചത് ഖാലിസൻ എന്നാണ്. അത്രയും പ്യുവറായ ഒരു അമലാണ് പരലോകത്ത് അന്ന് സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. അതിനാണ് നമ്മൾ നിയ്യത്ത് എന്ന് സാങ്കേതികമായി പറയുക എന്നർത്ഥം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അമല് ചെയ്യാൻ, ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണോ അതാണ് നിയ്യത്ത്. ഏത് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത് അതനുസരിച്ചാണ് പരലോകത്ത് വിലയിരുത്താൻ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ നിയ്യത്തുകളൊക്കെ ശരിയായി ഇവിടെ വന്നിരിക്കുന്നവരും പറയുന്നവരും കേൾക്കുന്നവരും ഒക്കെയും ശരിയായ നിയ്യത്ത് ഇല്ലെങ്കിൽ ഈ അധ്വാനമൊക്കെ ബാത്തിലായി പോകുമെന്ന ദുഃഖസത്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന അമൽ ഇഖ്ലാസ് ഉണ്ട്, ശരിയായ നെയ്യത്തോടു കൂടിയാണ്, സത്യസന്ധമായ നെയ്യത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് മാത്രം അല്ലാഹ് സ്വീകരിക്കണമെന്നില്ല. വയകൂന മുവാഫഖത്തൻ ലിശ്ശരീഅ എന്നാണ്.
ഒരു അമല് സ്വീകരിക്കണമെങ്കിൽ രണ്ടാമത്തെ പ്രധാനമായ നിബന്ധന, ചെയ്യുന്ന അമലിന് ശരീഅത്തിന്റെ പിൻബലം ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീനിന്റെ, ഇസ്ലാം ശരീഅത്ത് പഠിപ്പിച്ച അമല് മാത്രമേ സ്വീകരിക്കുള്ളൂ. അപ്പൊ നമുക്ക് സംശയം തോന്നും, അപ്പൊ ഈ ശരീഅത്തിലില്ലാത്ത അമലുണ്ടോന്ന്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ തിരിച്ചറിയണം. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മാ ഖാലല്ലാഹു വ റസൂലുഹു, അത്രേ ഉള്ളൂ. അള്ളാഹു എന്തു പറഞ്ഞോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞോ, അതാണ് ശരീഅത്ത്. അപ്പൊ നമ്മൾ ഒരു അമല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അമല് അങ്ങനെ നിർവഹിക്കുവാൻ അള്ളാഹുവിന്റെ നിർദ്ദേശമുള്ള അമലായിരിക്കണം. ആ അമലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും ഉണ്ടായിരിക്കണം. അപ്പൊ അടിസ്ഥാനപരമായി ഒരു അമല് നമുക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ചില അമലൊക്കെ അടിസ്ഥാനപരമായി ശരീഅത്ത് പിന്തുണയുള്ള അമലായിരിക്കും. പക്ഷെ അത് അസ്ഥാനത്ത് വന്നാൽ അത് അമലായിട്ട് പരിഗണിക്കില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ഒരു സംഗതിയാണല്ലോ വിശുദ്ധ ഖുർആനിന്റെ പാരായണം. മൻ ഖറഅ ഹർഫ മിൻ കിതാബില്ല, ഒരക്ഷരം വായിച്ചാൽ പോലും 70, 700 അങ്ങനെ ഇരട്ടി പ്രതിഫലമാണ് ഖുർആൻ ഒരു അക്ഷരം വായിച്ചാൽ. അതിനത്രയും പ്രതിഫലമുണ്ട്. ലോകത്ത് നമുക്ക് ആകപ്പാടെ കേട്ടാൽ പോലും, മറ്റൊരാൾ പാരായണം ചെയ്യുന്നത് കേട്ടിരുന്നാൽ പോലും, കേൾക്കുന്നവന് പോലും പ്രതിഫലം കിട്ടുന്ന ഒരു അമലെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. അപ്പൊ ഈ ഖുർആൻ ഓത്തുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, നബിയുടെ മാതൃകയില്ലാത്ത ഒരു സ്ഥലത്താണ് ഓതുന്നതെങ്കിൽ അത് ഖുർആനല്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പൊ മരണപ്പെട്ട വ്യക്തിയുടെ മുമ്പിൽ ഖുർആൻ ഓതുന്നത്, അല്ലെങ്കിൽ മരണപ്പെട്ട ഖബറിൽ അടക്കപ്പെട്ട വ്യക്തിയുടെ മുമ്പിൽ ഖുർആൻ ഓതുന്നത്, അവിടെ നമ്മളെ ചോദിക്കുന്ന ഖുർആനല്ലേ, പുണ്യകർമ്മമല്ലേ, നല്ലതല്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്താ കാരണം? ആ അമല് അവിടെ അങ്ങനെ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാന്നർത്ഥം. അപ്പൊ അതിനാ നമ്മൾ ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കല്, മോഷണം എന്നല്ല ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ഒരു പുണ്യകർമ്മം, അത് അസ്ഥാനത്ത് വരുമ്പോഴാണ് ബിദ്അത്തായി മാറുക. അല്ലാതെ ഇപ്പൊ കള്ളോടി ബിദ്അത്തല്ലല്ലോ, അത് ഹറാമിന്റെ ഹുക്കുമാ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അത് ഇസ്ലാം അനുവദിച്ച സംഗതിയാണ്. പക്ഷെ അസ്ഥാനത്ത് വന്നാൽ അതിന്റെ പേരാണ് ബിദ്അത്ത്. അപ്പൊ നമ്മുടെ അമല് അസ്ഥാനത്ത് വരാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നർത്ഥം. അസ്ഥാനത്ത് വന്നാലോ, നമ്മൾ പറയുന്ന നല്ലതല്ലേ, ഖുർആനല്ലേ, ദിക്റല്ലേ, ദുആ അല്ലേ, ഈ ചോദ്യത്തിനൊന്നും പരലോകത്ത് എന്തില്ല, പ്രസക്തിയില്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ നന്നായി സൂക്ഷിക്കേണ്ട സംഗതി ഏതാണെന്നറിയോ? നമ്മുടെ ചെയ്യുന്ന ഏത് അമലായാലും ശരി, പരലോകത്ത് രക്ഷ കിട്ടണം, നമ്മുടെ തുലാസിൽ കനം തൂങ്ങണമെങ്കിൽ അതിന് അള്ളാഹുവിന്റെ കൽപ്പനയും പ്രവാചകന്റെയും മാതൃകയും ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതില്ലാത്ത ഒരു അമല്, എത്ര കനം തൂങ്ങിയ അമലായാലും ശരി, എത്ര വലിപ്പമുള്ള അല്ലെങ്കിൽ സമയ ദൈർഘ്യം എടുത്ത് ചെയ്ത അമലായാലും ശരി, അതൊന്നും പരലോകത്ത് വരുമ്പോൾ മൻസൂറ, ചിതറിയ ധൂളികളാക്കി അന്ന് പറപ്പിച്ചു കളി, അതൊന്നും ഉപകാരപ്പെടൂല എന്നർത്ഥം. അപ്പൊ ഉപകാരപ്പെടണം. അതിനാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മാതൃക വേണം. അതിനാണ് നമ്മൾ റിസാലത്ത് എന്നൊക്കെ പറയാറുള്ളത്. എന്താ റിസാലത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. മുസ്ലിം ലോകം മനസ്സിലാക്കിയിരിക്കുന്ന, കാലങ്ങളായി മനസ്സിലാക്കി പോകുന്ന ചില നിർവചനമുണ്ട്. ആ നിർവചനം അപൂർണമാണ്. ഇപ്പൊ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് ഷഹാദത്തിലെ രണ്ടാം ഭാഗത്തിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ മക്കയിലും മദീനയിലും ജനിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു നബിയെ കുറിച്ച് ഞാൻ അംഗീകരിക്കുന്നു എന്നാണോ? അല്ല. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഷഹാദത്ത് അപൂർണാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ആ ഷഹാദത്തിന്റെ പൂർത്തീകരണം പറഞ്ഞ അഷ്ഹദു, ഞാൻ സാക്ഷിയാണെന്ന എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം സാക്ഷിയാണ്, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണെന്നും, എന്റെ ജീവിതം കണ്ടാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണെന്നും
മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഞാൻ ആ ഷഹാദത്തിനോട് നീതി പാലിക്കാം. അപ്പൊ നമ്മൾ തിരിച്ചറിയാം, നമ്മുടെ ജീവിതം ഈ ഷഹാദത്തിനോട് നീതി പാലിക്കുന്ന രൂപത്തിലേക്ക് ആകി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ സാക്ഷിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അമലുകൾ കുറച്ച് അമലുണ്ടായാൽ മതി. പറയുന്ന ഷഹാദത്തിനോട് സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ എന്നർത്ഥം. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ, ഈ പറയുന്ന വിഷയത്തിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടും. നമുക്ക് ചരിത്രത്തിൽ അധികം അറിയപ്പെടാതെ പോയ പ്രവാചകൻ ഒരു അനുയായി ഉണ്ട്. ഒരു പക്ഷെ നിങ്ങളൊക്കെ ആദ്യമായിട്ടായിരിക്കും അദ്ദേഹത്തെ കേൾക്കാം. അദ്ദേഹത്തെ ചരിത്രകാരന്മാർ പരിചയപ്പെടുത്തിയത് റാഇ അൽ അസ്വദ് എന്ന. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കറുത്തവനായ ആട്ടിടയൻ എന്നാണ് ചരിത്രത്തിൽ അതായത് പേര് തന്നെ. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരവും ഒക്കെ ഒരു ആട്ടിടയന്റെ രൂപം എന്തായിരിക്കും? മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടയന്റെ രൂപം അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉൾക്കൊണ്ട ഷഹാദത്തിനോട് സത്യസന്ധമായി ആത്മാർത്ഥമായി നമുക്ക് നീതി പുലർത്താൻ കഴിഞ്ഞാൽ നമ്മൾ പരലോകത്ത് രക്ഷപ്പെടും എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ആട്ടിടയനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബർ യുദ്ധ സമയത്ത് ഖൈബർ കോട്ട ഉപരോധിച്ചു. അപ്പൊ ഒരു ജൂതനായ മനുഷ്യന്റെ ആടുകളെ മേച്ചുകൊണ്ടാണ് ഈ ആട്ടിടയൻ അവിടെ വരുന്നത്. അപ്പൊ അദ്ദേഹം ഈ മുസ്ലിങ്ങൾ ചോദിച്ചു, ഇതെന്താണ് സംഭവം? അപ്പോൾ ഈ കോട്ട ഉപരോധിച്ചിരിക്കുകയാണ്. അപ്പൊ ആരാണ് ഈ കോട്ട ഉപരോധിക്കാൻ നിർദ്ദേശം കൊടുത്തത്? മുസ്ലിങ്ങളിൽ ഒരാൾ പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ ആദ്യമായിട്ട് കേൾക്കാം. അപ്പൊ റസൂലോ അതെന്താന്ന് ചോദിച്ചു. എനിക്ക് അയാളെ കാണാൻ അവസരം ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ സഹാബത്ത് ഈ ആട്ടിടനായ മനുഷ്യനെ നബിയുടെ അടുക്കലേക്ക് കൊണ്ടുപോവാ. നേരെ ചെന്നിട്ട് പറഞ്ഞു, നബിയെ വിളിച്ചു. റസൂലേന്നൊന്നും വിളിച്ചില്ല, മുഹമ്മദ് എന്ന് വിളിച്ചു. ചോദിച്ചു, എന്തിലേക്കാണ് താങ്കൾ ഞങ്ങളെ ക്ഷണിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ഇതാണ് ഞാൻ ക്ഷണിക്കുന്നത്. അപ്പൊ ഈ ആട്ടിടൻ ചോദിച്ചു, ശരി, ഞാൻ ഇത് സ്വീകരിച്ചാൽ വമാലി, എനിക്ക് എന്ത് കിട്ടും? താങ്കൾ പറയുന്നത് പോലെ ഷഹാദത്ത് ഞാൻ സ്വീകരിച്ച എനിക്ക് എന്ത് കിട്ടും? വലക്കൽ ജന്ന, താങ്കൾ സത്യസന്ധമായി ആത്മാർത്ഥമായാണ് സ്വീകരിച്ചെങ്കിൽ സ്വർഗമാണ് പകരം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ അപ്പോൾ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് ചൊല്ലി നബിയുടെ മുമ്പിൽ മുസ്ലിം ആകുകയാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, എനിക്കും നിങ്ങളുടെ യുദ്ധത്തിൽ പങ്കാളികളാകാൻ പറ്റുമോ? നബി പറഞ്ഞു, ആകാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്റെ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞ വസ്ത്രമാണ്, ദുർഗന്ധമാണ് ശരീരത്തിൽ നിന്നുള്ളത്, എന്റെ രൂപവും ചേലും കോലൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നിങ്ങളുടെ ഉള്ളിലേക്കാണ് നോക്കുക, ബാഹ്യമായി നോക്കൂല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ വരാം. പക്ഷെ ഞാൻ യജമാനന്റെ ആടുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്, എനിക്ക് തിരിച്ചേൽപ്പിക്കണം. പക്ഷെ തിരിച്ചേൽപ്പിക്കുന്ന ഭയമുണ്ട്, യജമാനൻ തിരിച്ചു വിടുമെന്ന് എനിക്കറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കുഴപ്പമില്ല, നിങ്ങളുടെ എല്ലാ ആട്ടും പറ്റത്തെയും യജമാനന്റെ വീട് നോക്കി തിരിച്ചു നിർത്താൻ പറഞ്ഞു. അയാൾ എല്ലാ ആടുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് യജമാനന്റെ വീട് ലക്ഷ്യമാക്കി തിരിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, മുന്നിലെ ആടിനോട് പോകാൻ പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞു, മുന്നിലെ ആട് പോയി. ബാക്കി മുഴുവൻ ആട്ടിൻപറ്റവും ഒരു ആട്ടിടയനില്ലാതെ നേരെ യജമാനന്റെ വീട്ടിലേക്ക് ചെന്ന് കയറുക. ആ നബിയുടെ മുഅ്ജിസത്താണ്. ഞാൻ അത് പറയാനല്ല. പിന്നീട് ഈ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖൈബറിൽ പങ്കെടുക്കുക. ഖൈബറിൽ പങ്കെടുത്ത് അത് രക്തസാക്ഷിയായ ആളുകൾ പരിശോധിച്ചപ്പോൾ ഈ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ച് ഇയാളെ കണ്ടെത്തി. അപ്പൊ സഹാബത്ത് പറഞ്ഞു, അതാണെന്ന് കാണിച്ചു കൊടുത്തു. നബി ഒരു ഒറ്റ നോട്ടം നോക്കിയിട്ട് പെട്ടെന്ന് മുഖം തിരിച്ചു. അപ്പൊ സഹാബത്തിന് അത്ഭുതമായി, നബി എന്താണ് അങ്ങ് അദ്ദേഹത്തെ കണ്ടപ്പോൾ മുഖം തിരിച്ചത് എന്നാണ്.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, ആ മനുഷ്യൻ രക്തസാക്ഷിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് രണ്ട് വശത്തും സ്വർഗത്തിലെ രണ്ട് സ്ത്രീകൾ, ഹൂർലിങ്ങളായ സ്ത്രീകൾ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ മാറ്റിക്കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. നോക്കൂ, ആ മനുഷ്യൻ ഒരു നേരത്തെ നമസ്കാരം പോലും നിർവഹിച്ചില്ല, ഒരു സക്കാത്തും കൊടുത്തില്ല, നമ്മുടെ പറയപ്പെട്ട ഒരു അമലും ആ മനുഷ്യൻ ചെയ്തില്ല. എങ്ങനെയാണ് അയാൾ സ്വർഗാവകാശിയായ ചോദ്യത്തിന് നബിയുടെ ഉത്തരം, അദ്ദേഹം ആ പറഞ്ഞ ഷഹാദത്തിനോട് നീതി പാലിച്ചു, സത്യസന്ധവും ആത്മാർത്ഥവുമായിരുന്നു എന്നാണ്. അമില കലീലൻ ഉജിറ കസീറൻ, കുറച്ച് ചെയ്തു ഒരുപാട് നേടിയെന്നാണ്. ഇത് നേരെ തിരിച്ചു വരും. ഒരുപാട് ചെയ്തു കുറച്ച് നേടി, അത് നമ്മിലേക്ക് വരരുത് എന്നാണ് ഈ പറഞ്ഞത്. ഒരുപാട് അമല് ചെയ്തു കൂട്ടിയിട്ട് പരലോകത്ത് വരുമ്പോൾ തൂക്കി നോക്കുമ്പോൾ കുറച്ചു മാത്രമേ നമുക്ക് അനുകൂലമായിട്ടുള്ളൂ എങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് പരലോകമാണ്, തിരിച്ചറിവ് നമുക്കുണ്ടായി. അതുകൊണ്ട് ഷഹാദത്തിനോട് നീതി പാലിക്കണം, മുഹമ്മദ് റസൂലുള്ളാഹിയോട് നീതി പാലിക്കാൻ കഴിയണം. നമ്മുടെ കുടുംബ സംഗമമാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. നമ്മുടെ ജീവിതത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ പിൻപറ്റുന്നത് ചോദിച്ചാൽ ഒരു പ്രയാസം എന്താണെന്നറിയോ? ഇന്ന് മുസ്ലിം സമൂഹം എവിടെയാണ് നബിയെ സ്വീകരിക്കുന്നത് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവുള്ളൂ, ആരാധന കർമ്മങ്ങളിൽ മാത്രം. നമുക്ക് നിർബന്ധമുണ്ട് നബി നിസ്കരിച്ചോലെ നിസ്കരിക്കണം, എന്നാലേ സ്വീകരിക്കുള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. നബി ചെയ്തതുപോലെ അമല് ചെയ്താലേ സ്വീകരിക്കുകയുള്ളൂ. ആരാധന കർമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കാൻ നമുക്കെല്ലാവർക്കും നിർബന്ധ ബുദ്ധിയുണ്ട്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധന കർമ്മങ്ങളിൽ മാത്രം മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണോ? ജീവിതത്തിന്റെ വിശാലമായ മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകാ പുരുഷനായിരിക്കണം. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. ലിതകൂനു ശുഹദാ അൽനാസ്, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകാ യോഗ്യരായി നിലനിൽക്കണം. വയകൂന റസൂൽ അലൈക്കും ഷഹീദ, നിങ്ങൾക്ക് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റോൾ മോഡലായിരുന്നു. നമ്മുടെ മാതൃകാ പുരുഷൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി എങ്ങനെയാണോ നമ്മുടെ മുമ്പിൽ മാതൃകാ പുരുഷനായത്, അതുപോലെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ മാതൃകയാകണം. അതെങ്ങനെയാണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയില് പ്രവാചകത്വമായി വരുമ്പോൾ നബിയെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ശത്രുക്കൾ പറഞ്ഞു, ഒരുപാട് ആരോപണങ്ങൾ. പക്ഷെ ഇന്ന് വരെയും അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന ശത്രു പോലും നബിയെ കുറിച്ച് പറയാത്ത ഒരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? മുഹമ്മദേ, ഇത് പറയാൻ നീ യോഗ്യനല്ല എന്ന് നബിയോട് ആരും അന്ന് പറഞ്ഞില്ല എന്നർത്ഥം. എന്താ കാരണം? ഈ നാട്ടിൽ പ്രവാചകനാകാൻ യോഗ്യ നീ തന്നെയാണ്, ഒരു സംശയമില്ല. എന്താ കാരണം? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അൽ അമീൻ എന്ന പേര് നാട്ടുകാര് ചാർത്തി കൊടുത്തതാ. സ്വന്തമായി വാപ്പയും ഉമ്മയും ഇട്ട പേരല്ലല്ലോ. നാട്ടുകാര് നബിയെ ഓമനിച്ച് വിളിച്ചതാണ് അൽ അമീൻ എന്ന്. അപ്പൊ ആ നാട്ടിലെ പ്രവാചകനാകാൻ യോഗ്യൻ അങ്ങ് തന്നെയാണ് എന്ന് ആ സമൂഹ നബി അംഗീകരിച്ചിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു ആദർശം പറയുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു സംഗതി പറയുമ്പോൾ നിനക്കിത് പറയാൻ യോഗ്യതയില്ല എന്ന് സമൂഹം തിരിച്ചു ചോദിച്ചാൽ നമ്മൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കാൻ യോഗ്യരല്ല എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ആകേണ്ടത് വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യപരമായും സമൂഹത്തിന്റെ മുന്നിൽ റോൾ മോഡലായി നിലനിൽക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ ഷഹാദത്തിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മാതൃകാ പുരുഷനായിരിക്കണം. നമ്മുടെ സമൂഹത്തിൽ നമ്മളായിരിക്കണം മാതൃകാ പുരുഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജറ പോകുമ്പോൾ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് തടഞ്ഞ ഒരു അമുസ്ലിം ഉണ്ട്, ഇബ്നു ദുഗന്ന. അയാൾ അമുസ്ലിമാണ്.
അബൂബക്കർ സിദ്ദീഖ് മദീനയിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞ ഈ അമുസ്ലിമായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖിന്റെ മുമ്പിൽ വന്ന് രണ്ട് കൈയും നീട്ടി പറഞ്ഞു, മിസ്ലുക ലാ യഖ്റുജ് വലാ യുഖ്റജ്. അങ്ങയെ പോലെ ഒരു മനുഷ്യൻ ഈ നാട് വിട്ട് പോകരുതെന്ന. അങ്ങയെ പോലെ ഒരു മനുഷ്യൻ ഈ നാട് വിട്ട് പോകരുത്. അങ്ങയെ പോലെ ഒരു മനുഷ്യനെ ഈ നാട്ടുകാരെ പുറത്താക്കാനും പാടില്ല. എന്താ കാരണം? ആ നാട്ടിൽ ജനകീയനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ്. ഇസ്ലാമിക സൊസൈറ്റിയുടെ ആ മെമ്പർമാരിൽ ഒന്നാമനാണ്. ആ അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് ജനങ്ങൾ വിലയിരുത്തിയത് എന്താ? ഈ ജനകീയനായ ഒരു മുസ്ലിം എന്ന നിലയിലാണ്. സമൂഹത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ ആളുകൾ തിരിച്ചറിയേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെ ആയിരിക്കണം എന്നായി പറഞ്ഞത് ഉദ്ദേശം. അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയൊക്കെ നബിയെ കുറിച്ച് പറയുമ്പോൾ മാത്രം ആവേശം കയറി പുറത്ത് റോട്ടിലേക്ക് ഇറങ്ങേണ്ട പ്രവാചക സ്നേഹമല്ല. അല്ലെങ്കിൽ നബിദിനത്തെ എതിർക്ക എന്ന പ്രവാചക സ്നേഹം അങ്ങനെ നമ്മൾ മനസ്സിലാക്കി. പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ നബിദിനത്തിന്റെ സമയം വരുമ്പോൾ ശക്തമായി അതിനെ എതിർത്താൽ പ്രവാചക സ്നേഹമായതാണ്. അതൊരു വലിയ ഭാഗമാണ്. ജീവിതത്തിൽ പ്രവാചകന്റെ ചര്യ കൊണ്ടുവരുന്നത് വരെയും ആരാധന കർമ്മത്തിന്റെ അപ്പുറത്തേക്കായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മാതൃകാ പുരുഷനായി സ്വീകരിക്കേണ്ടത്. നബി അങ്ങനെ ആയിരുന്നല്ലോ. പ്രവാചകന്റെ ഒരു സൂക്ഷ്മത ആലോചിച്ച് നോക്കൂ. ഒരു കുടുംബ സംഗമമായതുകൊണ്ട് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ സക്കാത്തിന്റെ മുതൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. പ്രവാചകന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു വേച്ച് പോയി ആ കാരക്ക കൂട്ടിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വായിലേക്കിട്ട് ചവയ്ക്കുകയാണ്. ഇത് മെഹ്റാബിന്റെ അടുത്തിരുന്ന പ്രവാചകൻ അതിവേഗം എഴുന്നേറ്റ് ഓടിച്ചെന്ന് തന്റെ പേരക്കുട്ടിയുടെ വായിൽ നിന്ന് വിരലിട്ടിട്ട് കഹിൻ മോനെ അത് തുപ്പിക്കണ, ഇത് നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് പറഞ്ഞത്. അതാണ് സൂക്ഷ്മത. കുട്ടിയല്ലേ എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബിക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഒരീത്തപ്പഴല് അത് തിന്നോട്ടെ, അതിന് 10 ഇരട്ടി പൊതുഫണ്ടിലേക്ക് അടച്ചാൽ മതിയല്ലോ. ഒരീത്തപ്പഴത്തിന് പകരം 10 ഇരട്ടി അടച്ചാൽ തന്നെ പരിഹരിക്കണം. അത് പരിഹരിക്കൂല. എന്താ കാരണം? എന്റെ കുട്ടി തിന്നാൽ അത് അവന്റെ വയറിൽ ചെന്ന് അവന്റെ രക്തവുമായി അലിഞ്ഞു ചേരും. അതാണ് വിഷയം. അലിഞ്ഞു ചേരും, അവന്റെ ശരീരം മുഴുവൻ ഹറാം ആയിരിക്കുമെന്ന ഈ ഒരു സൂക്ഷ്മത ബോധം. സാധാരണ ഈ പേരക്കുട്ടിയോടുള്ള സ്നേഹം കുറച്ചുകൂടി കൂടുതലായിരിക്കും നമുക്ക്. നമ്മൾ ആരോട് ചെയ്താലും പേരക്കുട്ടിയോട് ചെയ്യൂല. അപ്പൊ സഹാബത്തിന് വലിയ സങ്കടമായി, നബി എന്തിനാ അങ്ങനെ ചെയ്തതെന്നാ. അപ്പോഴാ നബി പറഞ്ഞത് അത് അവന്റെ രക്തത്തിൽ കലരുമെന്നാണ്. അങ്ങനെ കലർന്ന തലമുറകളോളം പോലും ആ പാപഭാരം വഹിക്കേണ്ടി വരുമെന്ന സൂക്ഷ്മതയാണ്. അത് പ്രവാചക ജീവിതത്തിലെ ചര്യയാണ്. നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ നമ്മൾ വളർത്തുമ്പോഴൊക്കെയും ഏത് കാര്യത്തെ നിസ്സാരമായി കാണാം. കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചിന്തിക്കാം. അങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടി നമുക്ക് വിഹിതമല്ലാത്ത മാർഗത്തിലൂടെയാണ് വളരുന്നതെങ്കിൽ ജീവിതത്തിൽ എവിടെ ബർക്കത്ത് കിട്ടാനാണ്? അപ്പൊ ആ രംഗത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുന്ന സംഗതി എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരൊക്കെ ബോധ്യപ്പെടുത്തേണ്ട സംഗതി. ഇന്ന് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? സാർ, ജീവിതം ഒന്നേലേ ഉള്ളൂ, അടിച്ചു പൊളിക്കണ്ടെന്നാ. നമുക്കൊരു മുസ്ലിം കുട്ടി ചോദിക്കുകയാണ്, ജീവിതം ഒന്നേ ഉള്ളൂ എന്നാ. അപ്പൊ നമ്മൾ എന്താ പറയാ? നമ്മുടെ കുട്ടിയെ ബോധ്യപ്പെടുത്തണ്ടേ? അല്ല മോനെ, ജീവിതം മറ്റൊന്നുണ്ട്, ഇതല്ല ജീവിതമെന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന് അർത്ഥം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് കാര്യം ചെയ്യുമ്പോഴും എന്തുണ്ട് പകരം എന്ന ചോദ്യത്തിന് നമ്മൾ നമ്മുടെ കുടുംബത്തോടും പറഞ്ഞു കൊടുക്കേണ്ട സംഗതി പകരം സ്വർഗമുണ്ട് എന്നാണ്. ഏത് ചോദ്യത്തിനും എന്തുണ്ട് പകരം? സ്വർഗം കിട്ടുമെന്നാണ്. ആ സ്വർഗത്തെ കുറിച്ചും പാരത്രികമായ വിജയത്തെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വളർത്തിയെടുക്കാത്ത കാലത്തോളം
വീടിന്റെ മുമ്പിൽ അസ്സലാമു അലൈക്കും എന്ന ബോർഡ് വെച്ചുകൊണ്ടോ ആയത്തുൽ കുർസി എഴുതി തൂക്കിയത് കൊണ്ടോ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി ഒട്ടിച്ചത് കൊണ്ടോ സലഫി മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിട്ടത് കൊണ്ടോ ഒന്നും നമ്മുടെ കുടുംബം ഒരു ഇസ്ലാമിക കുടുംബമായി മാറുകയില്ല, ഒരു മുസ്ലിം വീട് എന്ന അർത്ഥത്തിൽ പരിഗണിക്കാമെന്നുള്ളൂ. അപ്പൊ ഇസ്ലാമിക കുടുംബമാകണമെങ്കിൽ നമ്മുടെ ജീവിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതിന് വളരെ എളുപ്പമാണ്. നമ്മൾ അവരുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചതുപോലെ ജീവിച്ചു കാണിച്ചാൽ മതി. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മതനിരാസ രംഗത്ത് മുമ്പിൽ നിൽക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ മെമ്പർമാരെ കുറിച്ചാ. എന്താ കാരണം? ഒരു മതിപ്പൂല അവർക്ക്, ഒരു മതപ്രഭാഷണത്തോടും താല്പര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും പ്രസംഗത്തിന്റെ യൂട്യൂബിന്റെ പ്രസംഗത്തിന്റെ അല്ല കമന്റ് വായിച്ചു നോക്കൂ, ആ കുട്ടികളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഒരു താല്പര്യമില്ല അവർക്ക്. എന്താ കാരണം? എങ്ങനെയാണ് ഈ മതത്തോട് ഒരു നിരാശ മനസ്സ് വന്നത്? ഒരു പക്ഷെ നമ്മുടെയൊക്കെ നിസാരവൽക്കരണം, മതകാര്യങ്ങൾ നമ്മൾ കാണിക്കുന്ന ഉദാസീനത, ഒരു പക്ഷെ നമ്മുടെ മക്കളെയും ആ രൂപത്തിൽ ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നല്ല എന്നാണ്. കൃത്യമായി സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ഒരു ഉമ്മയും ഉപ്പയും ഉള്ള വീടാണെങ്കിൽ ആ കുട്ടിയോട് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നർത്ഥം. ആ കുട്ടിക്കാരെ ബോധ്യപ്പെടുകയാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിം പെൺകുട്ടി വസ്ത്രം ധരിക്കേണ്ടത് ചോദിച്ചാൽ ആ പെൺകുട്ടിയെ കുറിച്ച് ഒരു ഖുർആൻ ക്ലാസ്സിന് കൊടുക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതിയോ? നിങ്ങളുടെ വളർന്നു വരുന്ന പെൺകുട്ടിയെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാതൃക ഉണ്ടായാൽ മതി. എന്താ മാതൃക? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഇലക്ട്രിസിറ്റി ബില്ല് തരാൻ ഒരു മനുഷ്യൻ വരിക. അയാൾ വരുമ്പോ നിങ്ങളുടെ സംസാരത്തിന്റെ ശൈലി നിങ്ങളുടെ മോള് ശ്രദ്ധിക്കും. മീൻ വിൽപ്പനക്കാരൻ വരുമ്പോഴുള്ള ശൈലി, നിങ്ങളുടെ ആങ്ങള കുട്ടിയുടെ മാമ വരുമ്പോഴുള്ള ശൈലി, ഈ പലവരും വരുമ്പോഴുള്ള ശൈലി, സംസാരത്തിന്റെ ടോൺ കുട്ടി തിരിച്ചറിയണം. നിങ്ങളിൽ നിന്നാണ് ഇത് അന്യനാണ്, ഇത് സ്വന്തമാണെന്നുള്ള സംസാരത്തിന്റെ ടോൺ സ്ത്രീകൾ ഉമ്മമാരിൽ നിന്ന് കുട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഏത് മിക്സഡ് സ്ഥാപനത്തിലായാലും ശരി, കുട്ടിക്ക് അത് പാടുള്ളതാണ്, ഇത് പാടില്ലാത്തതാണെന്നുള്ള വേർതിരിവ് മനസ്സിലാക്കും. ഇത് വരുന്ന എല്ലാവരോടും ഒരേ ടോണാണെങ്കിലോ, സ്വന്തക്കാരനും അന്യനും ഒക്കെ ഓരോ ടോണാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളെ തിരിച്ചറിയില്ല എന്നർത്ഥം. അപ്പൊ അവിടെയാണ് നമ്മൾ മാതൃകയാകേണ്ടെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ അനുയായികളെയൊക്കെയും വാർത്തെടുത്ത ശൈലിയും സമ്പ്രദായവും ഒക്കെ അങ്ങനെയായിരുന്നു അർത്ഥം. അപ്പൊ നമ്മുടെ കുടുംബം ഒരു ഇസ്ലാമിക കുടുംബമായി മാറണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റി നമ്മൾ ആ മാർഗത്തിലൂടെ ജീവിക്കുമ്പോൾ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒന്നും ജീവിതത്തിൽ നമ്മുടെ ഒരു 10-60 വർഷത്തെ ജീവിത ഡയറി എഴുതിയെന്ന് ആലോചിക്കാം. ആ ഡയറിയിൽ ഒരിക്കലും ഇല്ലാത്ത ഒരു സംഗതി, എന്നാൽ നബിയുടെ ലോകത്ത് ആ ഒരു നേതാവിന്റെ ജീവിത ഡയറിയിൽ മാത്രമേ ഉള്ളൂ ഒരു വർഷം ദുഃഖവർഷം എന്ന രേഖപ്പെടുത്തിയത്. നിങ്ങൾ ആലോചിക്കണം, പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു വർഷത്തിന്റെ ഹെഡിങ് ആമുൽ ഹുസ്ൻ എന്നാണ്, ദുഃഖവർഷം. എന്താ കാരണം? ഒന്ന്, തന്റെ സ്നേഹനിധിയായ, തന്നെ സ്നേഹിച്ച് ലാളിച്ചു വളർത്തി തനിക്ക് സംരക്ഷണവും പിന്തുണയും നൽകിയ അബൂ താലിബ് മരണപ്പെട്ട വർഷം, അതോടൊപ്പം പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹായി മരണപ്പെട്ട വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത പേര് ദുഃഖവർഷം എന്നാണ്. ലോകത്തൊരു നേതാവിനും അങ്ങനെ ഒരു ഹെഡിങ് ഇല്ലല്ലോ. അങ്ങനെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീബി മരണപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ കിടന്ന ആ സമയത്ത് ഖദീജ ബീബി കരയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖദീജ കരയണ്ട, ഭർത്താവായ ഞാൻ നിന്നെ കുറിച്ച് 100% തൃപ്തനാണ്. ഖദീജ ബീബി നമ്മുടെ ഉമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? നബിയെ, അതല്ല, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെ വിട്ടേച്ചു പോകുകയാണല്ലോ എന്നതാണെന്ന. അതാണ് ആദർശബന്ധത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും ആഴം നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് ഇസ്ലാമിക ആദർശമൊക്കെ നമ്മൾ ഊട്ടിണ്ടാക്കേണ്ടത്.
അങ്ങനെ ആകുമ്പോൾ അതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ കുടുംബം മക്കളൊക്കെ വളരും. ഞാൻ ചുരുക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നൂഹ് നബിയുടെ കപ്പലിൽ കയറിക്കൂടാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ ആദർശ കപ്പലിലാണ് നമ്മളുള്ളത്. തൗഹീദിന്റെ സുന്നത്തിന്റെ ശരിയായ ആദർശ കപ്പലിൽ കയറിക്കൂടിയ നമ്മൾ ആ കപ്പലിൽ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇവിടെ സഹോദരന്മാരും സഹോദരികളും, ഞാൻ കയറിയ എന്റെ ഈ ആദർശ കപ്പലിൽ എന്റെ മക്കൾ കയറിയിട്ടുണ്ടോ? എന്റെ മക്കൾ കയറിയിട്ടുണ്ടോ? എന്റെ ഭർത്താവ് കയറിയിട്ടുണ്ടോ? എന്റെ ഭാര്യ കയറിയിട്ടുണ്ടോ? എന്റെ ഉമ്മയുണ്ടോ? എന്റെ ഉപ്പയുണ്ടോ? എന്റെ ഞാനുമായി അടുത്ത ബന്ധം പരലോകത്ത് എന്നെ പിടിച്ചു നിർത്തുന്ന രംഗത്ത് ബാധ്യതയുള്ളവർ ഈ കപ്പലിലുണ്ടോ? ആ കപ്പലിൽ നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ ഖുർആൻ പറയുന്ന പരലോകത്ത് യഫ്സിലു ബൈനഹും, നിങ്ങളെ ഞാൻ വേർപിരിക്കുന്ന. അവിടെ വാപ്പ ഉമ്മ എന്നും ഉണ്ടാവില്ല, എല്ലാത്തിനും അല്ലാഹ് വേർപിരിക്കുന്ന. അതുകൊണ്ട് നമുക്ക് ഈ കൂട്ടായ്മ എന്തിനാ ചോദിച്ചാൽ, നമ്മൾ കയറിയ ആദർശ കപ്പലിൽ ഇവരൊക്കെ ഉണ്ടാകണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഖുർആൻ പറഞ്ഞു, സംഗതി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കാം. ഖുർആൻ പറഞ്ഞു, നമ്മൾ സാധാരണ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ല, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബവും ഭാര്യയും ഭർത്താക്കന്മാരൊക്കെയും നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടാൻ കാരണമാകരുത് എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചു നിർത്തും. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ നമ്മളുമായി ബാധ്യത ഉള്ളവരെ നമ്മളെ പിടിച്ചു നിർത്തും. അപ്പൊ നമ്മൾ പരലോകം നഷ്ടപ്പെടാൻ ഇവര് കാരണമാകരുതെന്ന് പറഞ്ഞത്. പരലോകത്ത് പാരത്രിക വിജയമാണ് നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ ആത്യന്തികമായ ലക്ഷ്യം. അതിനെന്ത് വേണം? നമ്മളെല്ലാവരും നല്ല മരണം ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്തും സന്ദർഭത്തിലും മരണപ്പെടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് വലിയ ഭാഗ്യമാണ്. കാരണം എന്താണെന്നോ, മരണത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്തു വച്ചിരിക്കുന്ന ഏക സംവിധാനം എന്താണെന്നറിയോ? ഒരൊറ്റ കാര്യമുള്ളൂ, സമയമായോ ഇല്ലയോ, ബസ്, അത്രേ ഉള്ളൂ. വേറൊന്നും മാനദണ്ഡമല്ല കേട്ടോ. സമയമായോ ഇല്ലയോ എന്നതാണ്. ഇപ്പൊ അനസ് പ്രസംഗിക്കുകയല്ലേ, സമയം എപ്പോഴാ? ആ പ്രസംഗങ്ങൾ തീരട്ടെ, അതില്ല. ഏതായാലും ആ പരിപാടി നന്നായി നടക്കുകയല്ല, അതങ്ങോട്ട് തീരട്ടെ, അതില്ല. ടൈമായോ ഇല്ലയോ എന്ന് മാത്രമേ നോക്കുള്ളൂ. ടൈമായാൽ നമ്മൾ ആരാണെന്നും എവിടെയാണെന്നും ഏത് പദവിയിലാണെന്നും ഏത് സദസ്സിലാണെന്നും നോക്കൂല എന്നർത്ഥം. പിടിച്ചിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അക്യുറേറ്റ് ആയിട്ട് ഏതെങ്കിലും സംഭവം ഷാർപ്പ് ഉണ്ടെങ്കിൽ അത് മരണം മാത്രമേ ഉള്ളൂ. അതിന് ഒരു സെക്കൻഡ് പോലും, ഒരു മൈക്രോ സെക്കൻഡ് പോലും മാറ്റം ഉണ്ടാവില്ല. പിടിച്ചിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് ഏറ്റവും ബോധ്യമുള്ള സംഗതി അതാണ്. ആ സംഗതിക്ക് വേണ്ടി നമ്മൾ മാനസികമായി ഒരുങ്ങിയിട്ടുണ്ടോ എന്നാണ്. ഇവിടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ എന്റെ മരണത്തെ സ്വീകരിക്കാൻ ഞാൻ ധൈര്യമായി തയ്യാറായിരിക്കുന്നത്? എത്ര പേർക്ക് നമുക്ക് പറയാൻ കഴിയും? ധൈര്യസമേതം മരണത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ പാരത്രിക വിജയത്തിന്റെ മോക്ഷം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. മരണം അങ്ങനെ നമ്മിലേക്ക് കടന്നു വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മുന്നൊരുക്കത്തിന് നമുക്ക് അവസരം കിട്ടുകയില്ല എന്നർത്ഥം. നമ്മൾ പറയില്ലേ, സാധാരണ കേൾക്കുന്ന ടൈം വന്നാൽ പിടിച്ചിരിക്കും. പക്ഷേ ലോകത്തെ എല്ലാ കൊലകൊമ്പന്മാരെയും കൊണ്ട് പറയിപ്പിച്ച ഒരു വചനം ഖുർആനിലുണ്ട്. ഏതാ അറിയോ? എല്ലാവരെയും കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. റബ്ബി ലൗല അഖർതനി ഇലാ അജ്ലിൻ ഖരീബ്, അല്ലാഹുവേ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് പിന്തിപ്പിക്കാവോ എന്ന് കരയൂന്ന. അപ്പോഴാണ് നമുക്ക് ഈ വില മനസ്സിലാവുള്ളൂ. ഇത് അവസാനത്തെ ശ്വാസമാണ്, ഇത് തീരുകയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ മുമ്പിൽ എല്ലാ നിലക്കും ആരോഗ്യദൃഢഗാത്രരായ എന്തിനു പോന്ന മക്കൾ നിൽക്കുകയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എല്ലാവിധ സംവിധാനങ്ങളുടെയും നടുവിലാണ് നമ്മൾ, ഒരു സംശയമില്ല. പക്ഷെ അവിടെ നിൽക്കുന്ന നമുക്ക് മാത്രമേ അറിയൂ. തൊട്ടടുത്തിരുന്ന ഒരു സംവിധാനത്തിനും അറിയില്ല
ഇവന്റെ അവസാനത്തെ ശ്വാസമാണെന്ന് നമുക്കറിയാം. അപ്പോ നമ്മൾ പറയും, പടച്ചവനെ ഒരു സെക്കൻഡ് പിന്തിപ്പിക്കാവോന്ന്. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി ഉണ്ട്, കല്ലാ ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ. അത് വെറുവർത്താനാ, കുറെ നാള് പറഞ്ഞതാ, അതുകൊണ്ട് പിടിച്ചോന്ന് പറയുന്ന. അതുകൊണ്ട് ഏത് സമയം ധൈര്യമായി മരണത്തെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങണമെന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുങ്ങി നടക്കാൻ പറഞ്ഞത് ഏതിനാന്നറിയോ? കല്യാണത്തിനല്ല. നബി ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഒരുങ്ങണമെന്ന് പറഞ്ഞത് മയ്യത്ത് കൊണ്ടുവച്ചപ്പോഴാണ്. നബിയുടെ മുമ്പിൽ ഒരു ജനാസ കൊണ്ടുവച്ചു. നബി ആ ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല, ജനാസ അവിടെ വച്ചു, എല്ലാവരും ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ ഇഖ്വാൻ ലിമിസ്ലി ഹാദൽ ഫഅഇദ്ദു. ഇതുപോലെ നിങ്ങളും നിശ്ചലനായി നീണ്ടു നിവർന്ന് മലർന്നു കിടക്കും, അതുകൊണ്ട് ഫഅഇദ്ദു, നന്നായി ഒരുങ്ങിക്കോ എന്നാണ്. നന്നായി ഒരുങ്ങിക്കോ എന്നാണ്. അതുകൊണ്ട് ഒരു മുന്നൊരുക്കം നമുക്ക് ഇന്നത്തെ രാത്രി ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെന്ന് രേഖപ്പെടുത്തിയതെങ്കിൽ നമുക്ക് ധൈര്യസമേതം സ്വീകരിക്കാൻ കഴിയണമെന്ന് മരണത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പറഞ്ഞല്ലോ, ഒരു വർത്തമാനമുണ്ട്. നമ്മളൊക്കെ ഒരു കണക്കിൽ നോക്കിയ മഹാഭാഗ്യവുമായ തൗഹീദിന്റെ വിഷയത്തിൽ 100-ൽ 100 മാർക്ക് വാങ്ങിയവരല്ലേ നമ്മള്. അത് കുറഞ്ഞു പോകട്ടോ. തൗഹീദിന്റെ വിഷയത്തിൽ ഇതുവരെ 100-ൽ 100 മാർക്ക് വാങ്ങിയവരാണ് നമ്മൾ. അത് 90 99 ആയ പോരാന്നാണ്. അങ്ങനെയുള്ളവരോട് പറയും, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു. അല്ലാഹുവിനെ പ്രഖ്യാപിക്കുകയും അതിൽ അടിയുറച്ചു നിന്ന ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായികത്തു, അവരുടെ ഏറ്റവും സങ്കീർണമായ സമയത്ത് മലക്ക് വന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട, ധൈര്യമായിട്ട് പോരെ, ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് പോരെ. മലക്ക് മനുഷ്യരോട് പറയാം. പിന്നെ ഒന്നുകൂടി പറയാം, വബിശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ. നിങ്ങളോട് പറഞ്ഞ സ്വർഗം റെഡിയാണ്, അങ്ങോട്ട് വന്നാ മതിയെന്നാ. നമുക്ക് അത് കേൾക്കാൻ ഒരു ഭാഗ്യം തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ അവസാനം എന്താ? നുസുലൻ മിൻ ഗഫൂരിർ റഹീം. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി വിരുന്ന് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ വിരുന്നിൽ പങ്കെടുക്കാനാണ് ഈ അധ്വാനമൊക്കെ, ഈ ഓട്ടവും ഈ ഇരുത്തവും ഈ കഷ്ടപ്പാട് മുഴുവൻ. ആ വിരുന്ന് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വിരുന്ന് പങ്കാളിയാകാനാ. പക്ഷെ അവിടെ ഒരു സങ്കടമുണ്ട്. ആ വിരുന്നിൽ നമ്മൾ കൈ കഴുകിയിരിക്കുമ്പോൾ നമ്മുടെ ഇരുവശത്ത് ഇരിക്കേണ്ട നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൈ പിടിക്കേണ്ടവർ ആ വിരുന്നിലില്ല എങ്കിൽ ആ സങ്കടം തീരൂല എന്നർത്ഥം. അതുകൊണ്ട് പരലോകത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നർത്ഥം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാതെ പോകുന്നത് മനസാക്ഷിയോട് ചെയ്യുന്ന വഞ്ചനയാണെന്ന് തിരിച്ചറിവുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സുഖം എത്ര നാൾ സുഖിക്കാം? മരിക്കുന്നവരെ, അത്രയേ ഉള്ളൂ. ഇനി ഒരാൾക്ക് ദുരിതം മാത്രാന്ന് വിചാരിച്ചാ എത്ര ആളായാലും ദുരിതം അനുഭവിക്കും? മരിക്കുന്നവരെ. രണ്ടായാലും അതിന്റെ അവസാന മരണം. ലോകത്ത് തിന്മകളെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ലാത്ത ഒരു ജനതയുണ്ടെന്ന്, ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടാത്ത ഒരു ജനതയുണ്ട് ലോകത്ത്. ഫലസ്തീനിലെ പാവപ്പെട്ട ഗസയിലെ മുസ്ലിം സമൂഹത്തിലെ ആളുകളാണ്. നമുക്ക് സമയം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടാണല്ലോ അതും ഇതും കാണാനൊക്കെ നമ്മൾ സമയം പോകണം. ഇത് ചിന്തിക്കാൻ പോലും സമയം കിട്ടാത്ത ഒരു മഹാഭാഗ്യവാന്മാരാണ് മരണപ്പെട്ട ആളുകൾ. അള്ളാഹു അവർക്ക് ഷഹീദന്മാരുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി രക്ഷയും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ മുഴുവൻ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തി ഇസ്ലാമിന്റെ മുസ്ലിം അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. പക്ഷേ നമ്മൾ ആത്മവഞ്ചന നടത്തരുത്. എന്താണെന്നറിയോ? നമ്മൾ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം നടത്തുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ സംഗതി, പറയുന്ന കാര്യത്തോട് സത്യസന്ധം ആത്മാർത്ഥ്യത ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അടുത്തല്ലേ ഡോക്ടർ ലീലാവതി ടീച്ചർ താമസിച്ചത്? ആ ലീലാവതി ടീച്ചറാണ് പറഞ്ഞത്, ഒരു ഉരുള ചോറെടുക്കുമ്പോഴേക്കും ഫലസ്തീൻ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ
എനിക്ക് ഇറക്കാൻ കഴിയുന്നില്ലെന്ന് ലീലാവതി ടീച്ചറാണ് പറഞ്ഞത്. നമ്മൾ സുഭിക്ഷമായ ഒരു ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ ചിന്ത വന്ന് നമുക്ക് ഏതെങ്കിലും ആ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടോ? നമ്മളൊക്കെ ഏത് ജീവിത സുഭിക്ഷതയാണ് നമ്മൾ മാറ്റിവെച്ചത്? ഏത് ആഡംബര ജീവിതത്തെയാണ് നമ്മൾ ഒഴിവാക്കിയത്? ഏത് സൗകര്യങ്ങളാണ് നമ്മൾ മാറ്റിവെച്ചത്? നമ്മൾ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തുടർന്ന് വന്ന മുഴുവൻ ആർഭാട സൗകര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഇപ്പോഴും പോവാണ്. ഒരാൾ തീരുമാനിച്ചോ, എന്റെ മകളുടെ വിവാഹം ഞാൻ വളരെ ലളിതമായി നടത്തിയാണ്, കാരണം എനിക്ക് ഫലസ്തീൻ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. ഒരാരും ചിന്തിച്ചില്ലല്ലോ. പരിപാടിയെല്ലാം നടത്തി അവസാനം സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞ് അവർക്ക് വേണ്ടി ഇൻകിലാബ് വിളിച്ചാൽ അത് പരിഹരിക്കപ്പെടുവോ? അവിടെയാണ് നമ്മൾ പറയുന്ന വിഷയത്തോട് ആത്മാർത്ഥത പുലർത്താനും സത്യസന്ധത പുലർത്താനും കഴിയണം. നമ്മൾ എത്ര ആളുകൾ, ലോകത്തെ ആളുകൾ നമ്മളൊക്കെ കരഞ്ഞു പ്രാർത്ഥിച്ചില്ലേ? ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാം. ഒരു നിരാശയുടെ പ്രാർത്ഥനയാണ് മർദ്ദത്തിന്റെ ഏറ്റവും വലിയ ആയുധം. നമ്മുടെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. അതിന് പരിഹാരമുണ്ടാകും, ലക്ഷ്യമുണ്ടാകും നമ്മൾ വിശ്വസിക്കുന്നു, ഒരു സംശയമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു പ്രവചനമുണ്ട്. എന്താണെന്നറിയോ? അവസാന കാലഘട്ടം നിങ്ങൾക്ക് വരും. അന്ന് നിങ്ങളുടെ ധാർമ്മിക നിലവാരം എന്തായിരിക്കും അറിയോ? സുമ്മ തദ്ഉനഹും ഫലാ യുസ്തജാബ ലക്കും. നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കും, ഉത്തരം കിട്ടൂല. ഉത്തരം കിട്ടാത്ത ജനതയായി നിങ്ങൾ അധപ്പതിക്കുമെന്ന. ധാർമ്മികമായി, സാംസ്കാരികമായി, വിശ്വാസപരമായി നിങ്ങൾ അധപ്പതിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചിന്തിക്കുക, അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരു ജനതയായി നമ്മൾ മാറുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടാൻ പാകത്തിന് യോഗ്യരാകലാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇരുത്തവും സംസാരവും ഒക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവന്മാരെ സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.